നമസ്കാരം. അശ്രദ്ധമായി പിന്നോട്ടെടുത്ത കാറിടിച്ച് വയോധികന് പരിക്കേറ്റ സംഭവത്തിൽ കൊടുത്ത മൊഴി അട്ടിമറിച്ച എഫ്ഐആർ തയ്യാറാക്കിയെന്ന് പോലീസുകാരനെതിരെ പരാതി. പത്തനംതിട്ട നന്വക്കാട് വൈക്കത്ത് വടക്കേതിൽ വീട്ടിൽ രാധാകൃഷ്ണനാണ് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. പരാതി അന്വേഷിക്കാൻ SP പത്തനംതിട്ട DYSPയെ ചുമതലപ്പെടുത്തി. ജൂലൈ 25 വൈകിട്ട് 5:45 പത്തനംതിട്ട ശാന്തി ഹോട്ടലിന് മുന്നിൽ വെച്ചാണ് സംഭവം നടന്നത്. സമീപമുള്ള ടോബീസ് ഹോട്ടലിലെ ജീവനക്കാരനാണ് രാധാകൃഷ്ണൻ. ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് പിന്നോട്ടെടുത്ത വാഹനം ഇടിച്ച് രാധാകൃഷ്ണൻ നിലത്ത് വീണത്. ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് പിന്നോട്ടെടുത്ത വാഹനമാണ് ഇടിച്ചത്. രാധാകൃഷ്ണന്റെ നെഞ്ചിലാണ് വാഹനം വന്നിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ രാധാകൃഷ്ണൻ വീണു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ തോളലിന് പൊട്ടലേറ്റതായി ഡോക്ടർമാർ പറയുകയായിരുന്നു. 27-ാം തീയതി പത്തനംതിട്ട സ്റ്റേഷനിൽ പോയി മൊഴി നൽകി. എന്നാൽ താൻ പറഞ്ഞ പ്രകാരമല്ല പോലീസുകാരൻ മൊഴി രേഖപ്പെടുത്തിയതെന്നാണ് രാധാകൃഷ്ണന്റെ പരാതി. തന്നെയോ ഒപ്പം വന്ന മകനെയോ മൊഴി വായിച്ചു കേൾപ്പിക്കാതെ ഒപ്പിട്ട് വാങ്ങിക്കുകയായിരുന്നു. പ്രതിഭാഗവുമായി ചേർന്ന് ഉദ്യോഗസ്ഥൻ സ്വന്തം ഇഷ്ടപ്രകാരം മൊഴി എഴുതിയെന്ന് രാധാകൃഷ്ണൻ ആരോപിക്കുന്നുണ്ട്. അഭിഭാഷകന്റെ നിർദ്ദേശപ്രകാരം FIRന്റെ കോപ്പി വാങ്ങിയിരുന്നു. അത് കഴിഞ്ഞ കുറച്ചു സമയത്തിനു ശേഷം ഉദ്യോഗസ്ഥൻ ഫോണിൽ വിളിച്ച് ഭീഷണി മുഴക്കിയെന്നാണ് രാധാകൃഷ്ണന്റെ പരാതി.